എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്കപ്പം മധുരം കഴിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. സെലിബ്രേറ്റ് ആയിട്ട് വേറെ ഒന്നുമില്ല. വെക്കേഷനൊക്കെ കഴിഞ്ഞാൽ പിന്നെ വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ നമുക്ക്. രാവിലെ എണീക്കുക, ഫുഡ് കഴിക്കുക, പടം കാണുക, റീൽസ് കാണുക, ഉറങ്ങുക. ഇതാണ് ഇപ്പോഴത്തെ റുട്ടീൻ. പിന്നെ ഷൂട്ട് ഉണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് ചില സമയത്ത് വെക്കേഷൻ ആണെന്ന് തോന്നുകയില്ല. ഓൾ ടൈം ഇത് തന്നെ, ഷൂട്ട് തന്നെ, കാര്യങ്ങൾ തന്നെ. അപ്പം ഈ വീഡിയോൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മളൊരു ഒന്നൊരാഴ്ചയായി ഇറക്കിയിട്ട് ഞാനതുകൊണ്ട് ഇങ്ങനെ മടി പിടിച്ചിരിക്കുമായിരുന്നു. പിന്നെ അതിലെപ്പറ്റി പിന്നെ വിഷു വന്നു, മൂകാംബികയിൽ പോയി വന്നു, വാവയുടെ എഴുത്തിനെഴുത്തായി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിട്ട് ഇങ്ങനെ ബിസി ആയിട്ട് ഇങ്ങനെ പാക്ഡ് ആയിട്ട് പോകുമായിരുന്നു. അപ്പം റാൻഡംലി മൂകാംബികയിൽ പോയി വന്നപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ഫോണിൽ നോക്കിയപ്പോഴത്തേക്കാണ് സ്കൂളിൻ്റെ പണ്ടത്തെ മെമ്മറീസ്, ഫോട്ടോസ്, നമുക്ക് മറ്റേ ആർക്കൈവ്സ് ഒക്കെ വരത്തില്ലേ, 11th സ്റ്റോറി ഒക്കെ ഇട്ടിട്ടില്ലായിരുന്നു. സോ അതൊക്കെ ഇങ്ങനെ കണ്ടപ്പോഴത്തേക്കും ഒരു വല്ലാത്തൊരു അജാനികമായൊരു ഫീലിംഗ്. അപ്പോഴും ഞാൻ ഇങ്ങനെ കുറച്ചിങ്ങനെ എടുത്തേയും മണി പിടിച്ചിരിക്കും, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. ഞങ്ങൾ ഷൂട്ടിന് പോകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് എൻ്റെ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ്, ആ വഴി കൂടെയാണ് ഞാൻ ഷൂട്ടിന് പോവുക. സോ എല്ലാ ദിവസവും നമുക്കതിങ്ങനെ, ഞാൻ ചിലപ്പോൾ ഫോൺ നോക്കിയിട്ടൊക്കെ ആയിരിക്കും ഫോണുണ്ടാവുക, എന്നാലും ആ സ്കൂളിൻ്റെ മതിൽ നമ്മുടെ കണ്ണിൻ്റെ എവിടെയെങ്കിലും പെട്ടാൽ പിന്നെ നമ്മൾ ലൈക്ക് എല്ലാ ദിവസവും കറക്റ്റായിട്ട് ഞാൻ സ്കൂളിൽ ഇങ്ങനെ നോക്കും. അപ്പം ക്യാമറ ഒക്കെ ഉണ്ടെങ്കിൽ പിള്ളേർ പോകുന്നത് കാണാം, ഓഫീസിലെ ചേട്ടന്മാർ, അങ്ങനെ അച്ഛൻ്റെ ചേട്ടന്മാരെല്ലാവരും നടക്കുന്നത്. അപ്പം അങ്ങനെ ഇന്ന് ഇന്ന് രാവിലെ ഞാൻ ഷൂട്ട് പോയപ്പോഴത്തേക്കും ഒരു ചേട്ടൻ അവിടെ നിൽക്കുന്നു. അങ്ങനെ ഹായ് കാണിച്ചു, ചേട്ടൻ എൻ്റെ തിരിച്ച് ഹായ് കാണിച്ചു, ആ കാണാന്നൊക്കെ പറഞ്ഞ് പോയി. ജസ്റ്റ് പോകുന്നൊരു ഗ്ലാൻസ് അത്രേ ഉള്ളൂ. പക്ഷെ അപ്പോഴും അങ്ങനത്തെ മൊമെന്റ്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും അങ്ങനെ കണ്ട് തിരിച്ചിങ്ങനെ കാറിന് സീറ്റിലിരിക്കുമ്പോഴത്തേക്കും ഓൾ ദീസ് മെമ്മറീസ് നമ്മുടെ തലയിലിങ്ങനെ കയറി വരും. ആ മൊമെന്റിലാണ് നമ്മൾ മനസ്സിലാക്കുക ഹൗ മച്ച് വി മിസ് സ്കൂൾ ഡേയ്സ് എന്നുള്ള കാര്യം. ഇനി എനിക്ക് മാത്രമാണോ ഇങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഇപ്പോഴത്തെ 10th 12th അങ്ങനെയാണ്. ഈ വീഡിയോ കാണുന്നവർക്ക് അങ്ങനെയാണെങ്കിൽ കമൻറ്റ് ബിലോ. സോ ഇദ്ദേഹത്തിൽ വലിയ വീഡിയോ ഒന്നുമല്ല, ഇറ്റ്സ് ജസ്റ്റ് മീ, ഞാൻ എൻ്റെ ഒരു കുഞ്ഞ് സ്കൂൾ ലോകം, അതിനെ പറ്റിയിട്ടുള്ള എൻ്റെ മെമ്മറീസ്, അതൊക്കെ ഞാൻ അന്ന് സ്കൂളിൻ്റെ എക്സാമിൻ്റെ ലാസ്റ്റ് ഡേ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ എല്ലാം കൂടെയുള്ള റാൻഡം വീഡിയോ ആണ്. സോ I hope you can relate with me, and I miss your school days. I hope everyone has a nice school day. Enjoy your school days. You'll miss it. After the video. ഞാൻ എക്സാം ആയിട്ട് വെജിറ്റേറിയൻ ആയിരുന്നു. അപ്പോൾ എന്തായാലും ആ വ്രതം ഇന്നത്തോടുകൂടി മുറിക്കാന്നുള്ള പ്ലാനിൽ ഞാനും അമ്മയും കൂടെ ഒരു ബർഗറും ബോബ ടീയും കുടിച്ചുകൊണ്ട് നമ്മുടെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാന്നുള്ള പ്ലാനിൽ ഒരു ഷോപ്പിലെത്തിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കറുമുറുന്ന് ബർഗർ കഴിച്ചു, ബോബ ടീ കുടിച്ചു, സന്തോഷമായി. ഇനി വീട്ടിലേക്ക് തിരിക്കാം. ഇത് നമുക്ക് നന്ദു തന്ന ബർത്ത്ഡേ ഗിഫ്റ്റാണ്. നന്ദുവിന് ആക്ച്വലി അറിയില്ലായിരുന്നു എൻ്റെ ബർത്ത്ഡേ. എക്കണോമിക്സ് എക്സാമിൻ്റെ ഞാനിട്ട് പറയാനും പോയില്ല. എക്സാം കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അവൻ എനിക്ക് കൊണ്ടു തന്നത് ഗിഫ്റ്റില്ല. ഷീ വാസ് വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട്സ്. 12th അങ്ങനെ അധികം ബെസ്റ്റ് ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിട്ടില്ല. എവ്രി വൺ വാസ് എ ഫ്രണ്ട്. പക്ഷെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് കേട്ടാൽ നന്ദിത, ഐശ്വര്യ, മാൻസ, അങ്ങനെ കുറച്ച് പേരെ ഉണ്ടായിട്ടുള്ളൂ. നിങ്ങളുടെ ജൂനിയേഴ്സ് സീനിയേഴ്സ് ആയിരുന്നു. എന്തായാലും ഞാനിപ്പോൾ ലിഫ്റ്റിൽ കയറുമ്പോൾ പറയുമായിരുന്നു, ഞാൻ സാധാരണ വെച്ചാൽ എനിക്ക് താഴെ ഫിംഗർ പ്രിന്റ് വെച്ചാൽ കയറാൻ പറ്റില്ല. അപ്പം അമ്മ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരുന്ന നേരം കൊണ്ട് ഞാൻ ഫിംഗർ പ്രിന്റ് വെച്ച് അമ്മ അവിടെ നിന്ന് ഓടും ഈ ഡോർ അടയുന്നതിന് മുന്നേ കയറാനായിട്ട്. പക്ഷെ ഞാൻ മൈൻഡാക്കാണ്ട് ഡോർ പിടിക്കാൻ ഞാൻ കയറിപ്പോവും. എന്നിട്ട് വന്ന് അമ്മ ഫിംഗർ പ്രിന്റ് ഒക്കെ ഇട്ട് വെച്ചിട്ട് പതുക്കെ കയറാറുള്ളൂ. പറയായിരുന്നു ലൈക്ക് ഇനി ഈ യൂണിഫോം കിട്ടി തോന്നിയാസവും സാഹസവും ഒന്നും കാണിക്കാൻ പറ്റില്ലല്ലോ. ഇന്ന് കഴിച്ചു വെച്ചാൽ ഇനി ഇത് ഒരിക്കലും ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ എന്നിങ്ങനെ ചിന്തിക്കുക. ലൈഫ് വാസ് ഗുഡ്. ആദർശ ലൈഫ് വാസ് ഗുഡ്. കുറച്ച് വിഷമങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്, പല പല വഴികളൊക്കെ ആയിട്ട്. ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആദർശന്ന്. നല്ല കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് സീനിയേഴ്സിനെ കിട്ടിയത് എടുത്തു പറയണം കേട്ടോ. മോർ ദൻ എൻ്റെ ഒപ്പം പഠിച്ച എൻ്റെ ക്ലാസ്സിലെ എൻ്റെ സ്റ്റുഡൻസ്, എൻ്റെ ഫ്രണ്ട്സിനെക്കാട്ടിലും എനിക്ക് ഉണ്ടായിട്ടുള്ള ഏറ്റവും ആദർശത്തെ ബെസ്റ്റ് അസറ്റ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് എൻ്റെ സീനിയേഴ്സാണ്. ഒരുപാട് പേര്. കാരണം എന്നെ ഞാനാക്കിയതും ആദർശ അത് ഞാനിപ്പോൾ കാണുന്ന ആദർശ പോലെ എനിക്ക് ആക്കി തന്നതും എൻ്റെ സീനിയേഴ്സാണ്. ഒരു വർഷം എനിക്ക് ഉണ്ടായിട്ടുള്ളൂ, പക്ഷെ എന്നാലും ഭയങ്കര അവർ തന്ന ഒരു കംഫർട്ടും അവർ കൊണ്ടു നടന്ന രീതിയൊക്കെ എനിക്ക് തോന്നുന്നു ദാറ്റ് മേഡ് ബി ദ മോസ്റ്റ് കംഫർട്ടബിൾ ഇൻ ആദർശ. ഒരു പോയിന്റിൽ പോലും എന്ന് വെച്ചാൽ ഞാൻ എന്തെങ്കിലും കാര്യം വന്നു കഴിഞ്ഞാൽ ഓടിച്ചെന്ന് കാര്യങ്ങൾ പറയാൻ അവരുടെ അടുത്തായിരുന്നു. അത്രയും കമ്പനിയായിരുന്നു.
കുറേ പേർക്ക് ഇപ്പോഴും കൂടെയുണ്ട്. ഹിതു, മാധവ്, ശ്രേയച്ചി, ഭദ്രേച്ചി, ആരോണ ചേച്ചി, ഒരുപാട് പേര്. ഞാൻ പേരെടുത്ത് പറഞ്ഞാൽ തീരില്ല, കുറേ പേര്. നല്ല നല്ല കുറേ സീനിയേഴ്സ് ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? അമ്മ കുഴപ്പമുണ്ടായിരുന്നില്ല. ഒരു മോഡറേറ്റ് പേപ്പർ ആയിരുന്നു. നല്ല മാർക്ക് കിട്ടുന്നതാണ്. കാര്യമായിട്ടുള്ള പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. സോ എക്സാം കഴിഞ്ഞു, ഫൈനലി തീർന്നു പറയുമ്പോൾ ഒരു മടി. ഒരു നാളെ തൊട്ടിട്ട് രാവിലെ 6 മണിക്ക് എണീറ്റ് എന്ത് ചെയ്യുന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് ഇല്ലേ, അത് ഭയങ്കര ഇങ്ങനെ ഒരു വിഷമമാണോ എക്സാം കഴിഞ്ഞ്. അമ്മ പറഞ്ഞു തന്നിട്ട് എക്സാം തീരുമ്പോഴാണ് എൻ്റെ വിഷമം മനസ്സിലാവുക. ഞാൻ പറഞ്ഞു ഇവിടെ ഒന്നുമില്ല, നാളെ തൊട്ടിട്ട് ഷൂട്ട്, എന്ത് വിഷമം മനസ്സിലാവാൻ. പക്ഷെ എനിക്ക് തോന്നുന്നു സ്കൂൾ ലൈഫ് തീർന്നു എന്നുള്ളതിനെക്കാട്ടിലും പരീക്ഷ തീർന്നു എന്നുള്ളപ്പോൾ എന്തോ ഒരു സാധനത്തിനൊരു അവസാനം വന്നു എന്ന് നമുക്ക് മനസ്സിലായില്ലേ, ആ ഒരു തോട്ട്. എനിക്ക് തൊട്ടിട്ട് ലൈക്ക് രാവിലെ എണീറ്റിട്ട് അല്ലെങ്കിൽ നമ്മൾ വി വർക്ക് ടുവേർഡ്സ് എ ഗോൾ, നൗ വി ഡോണ്ട് ഹാവ് എ ഗോൾ. അപ്പോൾ എന്ത് ചെയ്യും? അങ്ങനെയൊക്കെ ചെയ്യണം, പ്രൊഡക്റ്റീവ് ആക്കാൻ ഒരു വെക്കേഷൻ ടൈം. പിന്നെ ഞാൻ എക്സാം കഴിഞ്ഞ് വന്നിട്ട് എല്ലാ ടീച്ചേഴ്സിനെയും കണ്ട്, പ്രിൻസിപ്പൽ മാമിനെയും എല്ലാവരെയും കണ്ട്, വൈസ് മാമിനെയൊക്കെ കണ്ട്, എല്ലാവരെയും കണ്ട്, കാര്യം പറഞ്ഞ് എല്ലാവരുടെ പറഞ്ഞ് എന്തൊക്കെയാണ് പ്ലാൻസ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരുടെ സംസാരിച്ചിട്ടാണ് തിരിച്ചു വന്നത്. കുറേ നേരം ലാബിലൊക്കെ പോയിരുന്നു. കാരണം ഞാൻ കഴിഞ്ഞൊരു 2 ആഴ്ചയായിട്ട് ലാബിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല കേട്ടോ. IPയുടെ എക്സാം ആയി കാരണം ഞാൻ ഫുൾ 10 days ഉണ്ടാവും ഞങ്ങൾക്ക് എക്സാമിന് നടക്കായിട്ട്. 10 days ഞാൻ ലാബിലായിരുന്നു. ലാബിലിരുന്ന് പഠിക്കാത്ത സബ്ജക്റ്റുകളും ഇല്ല കേട്ടോ. എല്ലാ സബ്ജക്റ്റും ലാബിലിരുന്ന് തന്നെയാണ് പഠിച്ചിരുന്നത്. ലാബിലൊക്കെ കുറച്ച് നേരം പോയിരുന്നു. ഞാൻ 12Dയിൽ കയറി അവിടെ പോയി കുറച്ച് നേരം എൻ്റെ ക്ലാസ്സിൽ പോയിട്ട് ഞാൻ ഇരുന്നിരുന്ന ബെഞ്ചിൽ കുറച്ച് നേരം ഇരുന്നു. അവിടുത്തെ മെമ്മറീസ് ഒക്കെ ഞാൻ അബ്സോർബ് ചെയ്തെടുത്ത് അതിലടച്ച് ഇട്ട് പോകും. ആൻഡ് ആദർശ ലൈഫ് കംസ് ടു ആൻ എൻഡ് ഗൈസ്. ഇന്നത്തെ എംബ്രം കാണുമ്പോഴത്തേക്കും കുറച്ച് എനിക്ക് ഉറങ്ങും. ഞാൻ രാവിലെ 3 മണിക്ക് നിനക്ക് ഞാൻ പറയട്ടെ കഥയൊക്കെ പറഞ്ഞു. ഇനി ശരിക്കുള്ള കഥ കേൾക്കുന്നു. ഇന്നലെ രാത്രി ഞാൻ 10 മണി, എനിക്ക് പഠിച്ചിട്ടും കിട്ടുന്നില്ല ഒട്ടും മനസ്സിലാവണില്ല എന്നിട്ട് ഞാൻ 10 മണിക്ക് കിടന്നുറങ്ങിയിട്ട് രാവിലെ 3 മണിക്ക് എണീറ്റിട്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. എൻ്റെ അമ്മ എനിക്ക് വയ്യ, ഐ എം സോ ടയർഡ്. പക്ഷെ വെൻ യു ഹാവ് ടു ചൂസ് ബിറ്റ്വീൻ യുവർ ലവ് മെമ്മറീസ്, ലൈക്ക് ബ്യൂട്ടിഫുൾ മെമ്മറീസ് ആൻഡ് സ്ലീപ്പ്, വി വിൽ ഹാവ് ടു ചൂസ് മെമ്മറീസിലോ. അതുകൊണ്ടാട്ടോ ഇങ്ങനെ ഇരിക്കണേ. അങ്ങനെ എൻ്റെ ഒരു ജാറൊക്കെ ഉണ്ട്. ഐ ഡോണ്ട് നോ, ഐ ഹാവ് എ ജാർ കോൾഡ് ആദർശ ജാർ. ഞാൻ കാണിച്ചു തരട്ടെ. ആദർശ ജാറോ? ഇതാണ് ആദർശ ജാർ. ആദർശ ജാർ അതായത് ആദർശത്തിൻ്റെ മെമ്മറീസിൻ്റെ എവിഡൻസസ് ഉള്ള എല്ലാ മെമ്മറീസിൻ്റെയും എല്ലാം ഇട്ട് വെച്ചിട്ടുള്ള കലാകൃതി 2023. ഞാൻ 11th പഠിക്കുമ്പോൾ ഞങ്ങളുടെ ലാബ്രിന്ത്, ഞങ്ങളുടെ ഫസ്റ്റത്തെ സ്കൂൾ എക്സിബിഷൻ, സ്കൂൾ കോമ്പറ്റീഷൻ്റെ വോളണ്ടിയറിങ് ഉണ്ടായിരുന്നു. സോ അതിൻ്റെ ബാഡ്ജാണ് കലാകൃതി. പിന്നെ കുറേ ബില്ലുകളായിരിക്കും കേട്ടോ. അവിടെ ഇവിടെയും പോയി ഫുഡ് കഴിച്ചതിൻ്റെയൊക്കെ. KFC എന്നുവെച്ചാൽ നമ്മൾ പിള്ളേരായിട്ട് പുറത്ത് പോകുമ്പോഴത്തേക്കും ഐ കളക്ട് ദീസ് ബിൽസ്. ഇത് അതായത് ഞങ്ങൾക്ക് രാമായണ വീക്ക് കൊണ്ട് നവരാത്രി പ്രോഗ്രാംസ് ഉണ്ടാവാറുണ്ട്. അപ്പം ഞാൻ വോളണ്ടിയറിങ്ങിന് പോവുകയാണെങ്കിൽ അങ്ങനെ കാര്യത്തിലൊക്കെ പോയിട്ട് മെട്രോ ടിക്കറ്റ്, എനിക്ക് ഭ്രാന്താന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാകും. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് മെമ്മറി കീപ്പിംഗ് ഒരു അസുഖമുണ്ട്. അതുകൊണ്ട് ദിസ് ഇസ് ബാങ്ക് ഓഫ് ആദർശ. ഞങ്ങളുടെ 11th, ഞാൻ 12th പഠിക്കുമ്പോൾ ഞങ്ങളുടെ 11th ഉണ്ടാക്കിയ കൊമേഴ്സ് സ്റ്റുഡൻസ് ഉണ്ടാക്കിയ പ്രൊജക്റ്റാണ് ബാങ്ക് ഓഫ് ആദർശ എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിൻ്റെ ഒരു റെസീപ്റ്റ് ഞാനിത് എത്ര പേരുടെ കണ്ണ് വിട്ടിച്ച് തട്ടിക്കൊണ്ട് വീട്ടിൽ വന്നതെന്ന് അറിയോ. ബാങ്ക് ഓഫ് ആദർശ, കാക്കനാട് ബ്രാഞ്ച്. പിന്നെ ഒരുപാട് നല്ല നല്ല മെമ്മറീസ്. ഇത് ഞാൻ 11th എയുടെ ഒരു ചെറിയ ആക്ടിവിറ്റിയാണ്. ഗ്രിഡ് പാറ്റേൺ എന്ന് പറഞ്ഞിട്ടുള്ള എയുടെ ഒരു ആക്ടിവിറ്റി. ഗ്രിഡിൽ നമ്മളിങ്ങനെ ഓരോന്നായിട്ട് ഷെയ്ഡ് ചെയ്ത് പല നമ്പേഴ്സിൽ പല കളർ ഓഫ് ഷെയ്ഡിങ് കൊടുക്കണം. അങ്ങനത്തെ ഒരു ആക്ടിവിറ്റി. ഇതിൻ്റെ തന്നെ ലാബ്രിന്തിൻ്റെ വെന്യൂ, വോളണ്ടിയറിങ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വെന്യൂ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അതെ തന്നെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ്, എല്ലാം വെന്യൂ എവിടെയായിരുന്നു, എന്താണ്, ആരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. വോളണ്ടിയർ നവരാത്രി സെലിബ്രേഷൻസ്, കുറേ നല്ല നല്ല മെമ്മറീസ് ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ ഫസ്റ്റത്തെ റീഡിംഗ് വീക്കിൻ്റെ സമയത്ത് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ബാഡ്ജ് ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു. സോ ആ ഒരു റീഡിങ്ങിൻ്റെ ബാഡ്ജ്. ലവിങ് യുവർ സെൽഫ് മോർ ഇസ് ദ ബെസ്റ്റ് പ്ലേസ് ടു സ്റ്റാർട്ട് to solve any problem. Kate Northrup. Okay.
ചോക്ലേറ്റിന്റെ റാപ്പ് ആരോ ഉണ്ടാക്കി തന്ന ആരോ ഞാൻ മറന്നുപോയി ഗൈസ്. ആരോ ഉണ്ടാക്കി തന്നായിരുന്നു. KFCയുടെ 2-3 ബില്ലുണ്ട്. ഇതൊക്കെ കളഞ്ഞൂടെ ഇനി? ഇല്ല, KP മാർട്ടിന്റെ 2-3 ബില്ലുണ്ട്. KP മാർട്ടിന്റെ ബില്ല് ഞാൻ പറയാം, നമുക്ക് അറിയില്ലല്ലോ. കൊറേ കാര്യങ്ങളൊക്കെ പുറത്ത് വരുന്നുണ്ട്. KP മാർട്ടില് ഞാനും നന്ദിതയും കൂടെ, അതായത് ഇത് തന്ന ആള് ഞാനും നന്ദു വീട്ടിലറിഞ്ഞിട്ടുണ്ടാവില്ല കേട്ടോ. അമ്മ പിക്കാൻ വന്ന് നന്ദിത എന്തായാലും ഇത് കാണില്ല, എനിക്കറിയാം. ശരി, അപ്പൊ ഞങ്ങളിങ്ങനെ വന്നു. അപ്പൊ IT-യുടെ പ്രാക്ടിക്കൽസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് മുകളിലേക്ക് നടന്ന് കയറിക്കൊണ്ടിരിക്കും. അപ്പൊ നന്ദുവിന്റെ അമ്മ വന്നിട്ടില്ല എത്ര നേരമായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ വീട് ഓപ്പോസിറ്റ് ആണ് പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു യു വോണ്ട് ഈറ്റ് സംതിങ് എന്ന് വെച്ചപ്പോഴത്തേക്കും നോ ഐ ഡോണ്ട് വോണ്ട് യു വോണ്ട് ഈറ്റ് സംതിങ് വെച്ചാൽ ഞാൻ പറഞ്ഞു നോ ഇഫ് യു കൻ ഈറ്റ് ടുഗദർ വീൽ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു ഓക്കെ ദെൻ വിൽ ഹാവ് സംതിങ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ ദെൻ ദ ട്രീറ്റ് ഇസ് ഐ വിൽ ട്രീറ്റ് യു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നോ ഞങ്ങൾ പിന്നെ ഇതിങ്ങനെ പറഞ്ഞ് നടന്ന് ഞങ്ങൾ KP മാർട്ടിന്റെ മുന്നിലെത്തി. പിറ്റേ ദിവസം ഞങ്ങൾക്ക് എക്കണോമിക്സിന്റെ, അതായത് മറ്റന്നാ എനിക്ക് എക്കണോമിക്സിന്റെ പ്രാക്ടിക്കലാണ്. എൻ്റെ കയ്യിലാണെങ്കിൽ എക്കണോമിക്സിന്റെ ഒരു മറ്റേ പ്രൊജക്ട് ഞാൻ റഫ് എഴുതിയിട്ടുണ്ടായിരുന്നില്ല, മെയിൻ ഫൈനൽ പ്രൊജക്ട് ഉണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ KP മാർട്ടിൽ ഞാനും ഇവിടെ പോയി ഇവിടെ എന്തോ ഒരു ചെറിയ സാധനം വാങ്ങി ഞാനൊരു കുൽഫി വാങ്ങി. കുൽഫിയുടെ ബില്ലാണ് ഗൈസ്. കുൽഫി ആയിട്ടുണ്ട് 40 rupees. കുൽഫി കഴിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് അറിയോ, ഫ്രീസറിന്റെ മുകളിൽ കുൽഫി എടുക്കാൻ വേണ്ടി എൻ്റെ ഉള്ളിൽ കമ്പിൾ നടന്നതാണ്. ഞാൻ പ്രൊജക്റ്റ് നൈസായിട്ട് അവിടെ വെച്ചിട്ട് തിരിച്ചിറങ്ങി പോകുന്നു. എന്നിട്ട് ഞങ്ങൾ രണ്ടാളും കൂടെ വീഡിയോ ഒക്കെ എടുത്ത് KP മാർട്ടിന്റെ ഫ്രണ്ടിൽ നിന്ന് കഴിച്ച് പകുതിയായപ്പോഴാണ് ചേട്ടൻ വന്നിട്ട് മോളെങ്ങാനും ഇവിടെ വെച്ചിട്ട് പോയതാണെന്ന് പറഞ്ഞിട്ട് ഈ സാധനം എടുത്ത് കയ്യിലേക്ക്. എൻ്റെ അമ്മേ, അത്രയും ഒരു സാധനം കയ്യിലില്ല എന്നുള്ള ബോധം എനിക്കില്ല. കാരണം വേറെ പ്രൊജക്റ്റും കൂടെ ഇല്ല. പിറ്റേ ദിവസം റഫല്ല, അത് ഫെയറാണ്. പിറ്റേ ദിവസം ഞാൻ എന്തെടുത്ത് കാണിച്ചു കൊടുക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ KP മാർട്ടിൽ ഒരു ഐസ്ക്രീം കഴിച്ചത് വല്ലാത്ത കഥയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നടന്ന് വീട്ടിലേക്ക് വന്നു. വേറൊന്നും ഒരു കുൽഫി കൂടെ കഴിച്ചതാണ്. ഇടയ്ക്കിടയ്ക്ക് കുൽഫികളൊക്കെ കഴിക്കില്ല. 2 കുൽഫികളേ ഉള്ളൂ. ഞാൻ കഴിക്കുന്ന കുൽഫികളുടെ ബില്ല് കേൾക്കല്ലോ. പിന്നെ ഞാൻ ഒരു അമ്പാനിയുടെ മോള് ആകപ്പാടെ 100 രൂപയാണ് തരുന്നത് എങ്ങോട്ടെങ്കിലും പോകുമ്പോഴത്തേക്ക്. അതിന് 5-6 കുൽഫി ഒന്നും വാങ്ങാൻ പറ്റില്ല. കുൽഫിക്കൊക്കെ ഭയങ്കര വിലയാണമ്മ. പിന്നെ ഇതിനകത്ത് എന്തോ 2 റിങ് കിടപ്പുണ്ട്. Gifts. So that was our Adarsha jar. എനിക്ക് ഒരുപാട് മെമ്മറീസ്, ഇത് 12th തൊട്ടിട്ടുള്ള മെമ്മറീസ് ആണ് കൂടുതലും. 11th എനിക്ക് കുറച്ചേ ഉള്ളൂ. 12th പിന്നെയും കുറച്ചും കൂടി ഉള്ളത്. 12th കുറവായിരിക്കുമല്ലോ, 11th കൂടുതൽ. 11th ആകെ എനിക്ക് വെച്ച ലാബ്രിന്തും പിന്നെ നവരാത്രിയും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അങ്ങനെ ആദർശ എടുത്ത് വിട പറഞ്ഞ് ഇതിപ്പോ ഋഷിയുടെ സിനിമയിലെ പോലെ ആയി. പണ്ട് പോയ പല്ലൊക്കെ ഇനി അതിനകത്ത് കാണുമോ? അങ്ങനെ ഞാൻ എടുത്തേക്കട്ടെ. സോ ഇന്നത്തെ ബില്ലും കൂടി ഇട്ട് വെക്കട്ടെ. ലാസ്റ്റ് ഡേ ഓഫ് ആദർശ. നീ കാണലേ ഒന്നും ഇല്ല. ഇന്നത്തെ ബില്ല് എത്രയാ? എന്തിനാ പറഞ്ഞിട്ട് ഇതെന്താ എടുത്ത് കളയാ? ഒരിക്കലും ഇതിന് കളഞ്ഞിട്ട് കളയാനല്ലോ നമ്മൾ സേവ് ചെയ്ത് വെക്കിയ കാര്യങ്ങൾ. അങ്ങനെ ബൈ ബൈ ടു ആദർശ. ഇനിയിപ്പം മിസ്സുമാരൊക്കെ പറഞ്ഞ പോലെ മാർക്കൊക്കെ റിസൾട്ടൊക്കെ വന്ന് മാർക്ക് ലിസ്റ്റൊക്കെ വാങ്ങാൻ വരുമ്പോഴത്തേക്കും ലഡ്ഡൊക്കെ കൊണ്ടുവരിക, എന്നിട്ട് പോവുക, ഹാപ്പി ആയിട്ട് പോവുക. മിസ്സുമാരായിട്ടായിരുന്നു ഭയങ്കര കമ്പനി അല്ലേ? ടീച്ചേഴ്സായിരുന്നു ശരിക്കും ബെസ്റ്റ് കമ്പനി. അതായത് സീനിയേഴ്സും ടീച്ചേഴ്സുമാണ് ശരിക്കും എന്നെ അങ്ങനെ ഒരു ഭയങ്കര കംഫർട്ട് ചെയ്തിട്ടുള്ളത്. കാരണം എൻ്റെ സ്റ്റുഡൻസ്, എൻ്റെ ക്ലാസ്സിലെ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ കാണാറേ ഇല്ല. കാരണം ഞാൻ വന്നാലും കലാക്ഷേത്രയിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം അവർക്ക് എന്നെ ഒന്ന് മനസ്സിലാക്കി വരാനൊക്കെ കുറച്ച് ടൈം എടുത്തു. ഇറ്റ് വാസ് ദീസ് പീപ്പിൾ ഹു ഓൾവേസ് കെയർഡ് അബൌട്ട് മീ. ഇപ്പോഴും ഒപ്പം ഉണ്ടായിരുന്ന അവരാണ്. എസ്പെഷ്യലി ടീച്ചേഴ്സ്, സീനിയർ മിസ് ബിന്ദുമ്മ, നമുക്ക് സെക്കൻഡ് മദർ എന്ന് തന്നെ ഞാൻ പറയും. കാരണം അമ്മയുടെ അടുത്ത്, അപ്പം അമ്മ ഇല്ലെങ്കിലോ അമ്മയുടെ അടുത്ത് വഴക്ക് കൂടിയിട്ട് തന്നെ ഞാൻ പോയിട്ട് സീനിയർ മിസ്സിനെ കെട്ടിപ്പിടിച്ചിരുന്ന കാര്യത്തൊക്കെ ഉണ്ട്. അത്രയും എന്ന് വെച്ചാൽ അമ്മയും മിസ്സും ഒക്കെ അത്രയും കമ്പനിയാണ്. ക്യാൻറ്റീനിലെ ചേച്ചി, അയ്യോ എനിക്കിന്ന് കാണാൻ പറ്റില്ല, എനിക്ക് വിഷമമായി. ഞാൻ
എൻ്റെ അടുത്ത് പറഞ്ഞു പോകാൻ നേരത്തെ കണ്ടിട്ട് വേണോട്ടോ പോകാമെന്ന്. പക്ഷെ എനിക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റിയില്ല. ടീച്ചർമാരെ കണ്ടതിന് ശേഷം കാണുന്നുണ്ടായിരുന്നു. കുറച്ച് എപ്പോഴെങ്കിലും പോവാം. 11-ാം തീയതി വരെ ഉണ്ടല്ലോ, എന്തായാലും പോവാം. അങ്ങനെ ഇത് ഒരുപാട് കരച്ചിലും ഒരുപാട് സന്തോഷങ്ങളും എല്ലാം കണ്ടിട്ടുള്ള ഒരു സ്ഥലമാണ് ആദർശ. ശരിക്കും എനിക്ക് തോന്നുന്നു ഞാൻ വിജയഗിരിയിൽ മൊത്തത്തിൽ സ്കൂളിൽ പോയത്, അത് ആദർശയിൽ മൊത്തത്തിൽ എത്ര ദിവസം പോയോ അത്രയും തന്നെ ഞാൻ മൊത്തത്തിൽ വിജയഗിരിയിലും പോയിട്ടുള്ളൂ. 8 കൊല്ലവും 2 കൊല്ലവും എന്നാണ് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇവിടെ 2 കൊല്ലം എത്ര ദിവസം പോയോ അവിടെ അത്രയും ദിവസം 8 കൊല്ലം കൊണ്ട് പോയത്. സോ മതി, ഇനി പറഞ്ഞാൽ ശരിയാവും. ഞാൻ ഓൾറെഡി ഇന്ന് ശ്രുതി മിസ്സിനെ കണ്ട് ഇത്തിരി കണ്ണൊക്കെ നിറച്ച് ബിന്ദു എന്നെ കണ്ടപ്പോഴത്തേക്കും കണ്ണൊക്കെ നിറഞ്ഞു തുടങ്ങി. പിന്നെ ഞാൻ പറഞ്ഞു വേണ്ട, കാര്യം എനിക്കും ഒരു അല്ല ബിന്ദുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കയ്യോ എന്റെ ചക്കരയാണ്, എന്റെ മുത്താണ്, എന്റെ ജീവനാണ് ബിന്ദുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാ മിസ്സുമാരും സിന്ധു മിസ്സൊക്കെ അയ്യോ അമ്മ പറയാനുള്ള സിന്ധു മിസ്, സീമ മിസ്, ശ്രുതി മിസ്, ഒരുപാട് പഠിപ്പിച്ചിട്ടുള്ളതും പഠിപ്പിക്കാത്തതായിട്ടുള്ള ഒരുപാട് ടീച്ചേഴ്സ്. സീമ മിസ് തന്നെ പഠിപ്പിച്ചിട്ടൊന്നുമില്ല, പക്ഷേ ജ്യോതി മിസ്, ജ്യോതിർമയി മിസ്, ജീന മിസ്സിനൊക്കെ അയ്യോ ബ്യൂട്ടിഫുൾ ഇയർ. പക്ഷെ സൂസൻ മിസ്, രഞ്ജന മിസ്, അനിത മിസ്, വന്ദന മിസ് എന്നെ പഠിപ്പിച്ച, നിതേഷ് സാർ, കുറേ പേര് എന്നെ പഠിപ്പിച്ച കുറേ സാറുമാരുണ്ട്. അല്ലാണ്ടും കഴിഞ്ഞ വർഷം പോയവരുണ്ട്. അല്ലാണ്ട് നമ്മളെ പഠിപ്പിക്കാണ്ട് നമ്മളെ എങ്ങനെയാണെന്ന് പോലും അറിയാണ്ട് പോലും നമ്മൾ ഒരുപാട് സ്നേഹിച്ച ടീച്ചർമാരുണ്ട്. അതിലൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. എന്നാലും നമുക്ക് ചിലവരുണ്ടാവും നമ്മൾ ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് എന്ന് പറയുന്നത്. അങ്ങനെ കുറച്ച് പേരാണ് ബിന്ദു മിസ്, സിനി മിസ് ഒക്കെ. അവരൊന്നും എന്താ വെച്ചാൽ എന്നെ അങ്ങനെ ശരിക്കും ഒരു സിനി മിസ് എന്നൊക്കെ പറയുന്നത് 11th വന്ന സമയത്ത് ഐ വാസ് വെരി ന്യൂ ടു ആദർശ. ഇത് എന്താണ് ഒരു പടുകൂട്ടം ബിൽഡിങ്, കുറേ മരങ്ങളും, ഇതിൽ തുടക്കം എവിടെയാണ്. ആദർശയുടെ വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് എവിടെ തുടങ്ങി എവിടെ അവസാനിക്കും നമുക്ക് ഒരു പിടുത്തം കിട്ടില്ല. ഇതിങ്ങനെ പൊളഞ്ഞ് കിടക്കുകയാണ്. അപ്പം വന്ന് എല്ലാ സ്ഥലവും പറഞ്ഞ് കാണിച്ചെന്നൊപ്പം നിന്ന് ഞാൻ ചിണുങ്ങൊക്കെ ചെയ്യും. സിനിമിസ് ആ കുട്ടി അങ്ങനെ സിനിമിസ് എന്നെ ചോള പിടിച്ച് കളിച്ചിട്ട് ഞാൻ അങ്ങനെ ചിണുങ്ങൊക്കെ ചെയ്യും. അപ്പോഴൊക്കെ അതിനെ ആ ഒരു ഇതിൽ കണ്ട് സാരില്ല ഞാൻ ചോദിക്കാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒപ്പം നിന്നിട്ടുള്ളതാണ് എല്ലാ ടീച്ചേഴ്സും. സിനിമസിൻ്റെ അടുത്ത് ചിണുങ്ങാത്തവരാരും ഉണ്ടാവില്ല. എനിക്ക് കുറച്ച് ചിണുക്കം കൂടുതലായിരുന്നു. ഞാൻ കുഞ്ഞു കാര്യങ്ങൾക്ക് എല്ലാ സിനിമസിൻ്റെ അടുത്ത് പറയാറുണ്ട്, ബിന്ദു മിസ്സിൻ്റെ അടുത്ത് പറയാറുണ്ട്. ഒരു എല്ലാ ടീച്ചേഴ്സിൻ്റെ അടുത്ത് എല്ലാം ഷെയർ ചെയ്യാറൊക്കെ ഉണ്ട്. എനിവേസ് ആദർശത്തെ ലാസ്റ്റ് ഡേ ആയിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കോളൂ. ഈ യൂണിഫോം അഴിച്ച ഇനി ഇത് ഇടേണ്ട ആവശ്യം വരില്ല. ഇത് 9th ID കാർഡ്, ഇത് 6th ID കാർഡ്. അത്രയാകെ സ്കൂളിൽ പോയിട്ടുണ്ടോ? ഇതിലെന്റെ 10th ID കാർഡ് ഉണ്ടായിരുന്നു, പക്ഷെ അതിപ്പോ എവിടെ പോയി എന്ന് എനിക്കറിയില്ല. ഇത് നമ്മുടെ വിജയരുടെ ടെൻത്തിന്റെ ID കാർഡ് ആയിരുന്നു കേട്ടോ. ഇപ്പോഴും ഉണ്ട് ടൈം ടേബിൾ, 10th ടൈം ടേബിൾ ഇപ്പോഴും ഇരിപ്പുണ്ട്. ഈ നമ്മളൊക്കെ കിടക്കുമ്പോൾ ഒരു രസമായിരുന്നു കേട്ടോ നെഞ്ചത്ത് പറയാനുള്ളത്. എല്ലാ ദിവസവും നമ്മൾ സാരി കൊടുക്കുമ്പോഴത്തേക്കും പിന്നൊക്കെ കുത്തില്ലേ, അതേപോലെ എല്ലാ ദിവസവും ഇതൊക്കെ കുത്തി പൂട്ടി പിടിച്ച് ഇവിടെ ഇറങ്ങിപ്പോയിട്ടുള്ളതാണ്. മതി ഇത് എന്തായാലും ഇവിടെ ഉണ്ടാവും കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ല വിജയുടെ ഇതെനിക്ക് മറന്നുകൊണ്ടിരിക്കാൻ വേണ്ടി ഞാൻ അവിടെയും ഇവിടെയൊക്കെ ID കാർഡ് എടുത്ത് വെച്ചിരുന്നു. ആദർശയുടെ ഷോളാണ്. ആദർശയുടെ മണമുള്ള ഷോൾ, നിങ്ങൾ അലക്കാറുള്ള ഷോൾ. ആദർശയുടെ മണം ഇതിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇത് ലൊക്കേഷൻ, ഇതിന്റെ പൊസിഷൻ ഇതാണ്. പഠിക്കാം. നമ്മളിന്ന് എമ്പുരാന് പോകുന്നുണ്ട്. സോ ഇനി ഞാൻ വേഗം ഡ്രസ്സ് മാറിയിട്ടൊന്ന് എമ്പുരാൻ റെഡി ആവട്ടെ. മതി വിഷമം, നമുക്ക് നിർത്താം. സോ നമ്മുടെ ക്ലാസ് ഇതാണ് 12B. All teachers.
ഞാൻ, നന്ദു, മാൻസ, ഹരിക്കുട്ടൻ, ഐശ്വര്യ. മോളൊന്നും പോയിണ്ടായില്ല തോന്നുന്നു അല്ലേ? ഫോട്ടോ ഉണ്ടായിരുന്നോ? ഇന്ന് അന്നത്തെ ഇതിലാണ് ഞാൻ. കഴിഞ്ഞ വർഷത്തെ അല്ല ഞാൻ. അത് 4 ഇട്ടുള്ള ഞാൻ നേരിലൊക്കെ നിക്കണ്. ഇവിടുന്ന് എല്ലാവരും ശ്രുതി മിസ്, സിനിമോൾ, സിനിമിസ്, സിന്ധു മിസ്, ജീന മിസ്, ജ്യോതി മിസ്, കല്യാണി മാം, 2 VP AVP. സുരേഷ് സാറല്ലേ? ഒന്നിന് അല്ലേ? മറ്റേലല്ലേ? ഇല്ലില്ല, +1 സുരേഷ് സാറ് 12th സാർ അപ്പോഴത്തേക്കും പോസ്റ്റ് കയറി മാറിയില്ലേ. ഞങ്ങളുടെ 11th പ്രിൻസിപ്പളായിരുന്നു സുരേഷ് സാർ. എൻ്റെ ലൈഫിലെ വൺ ഓഫ് ദ ഭയങ്കര ഒരു വലിയ ഡിസിഷൻ എടുക്കാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തൊരു വ്യക്തിയാണ്. കാരണം ഞാൻ ബയോമാക്സ് ഇങ്ങനെ മനസ്സിൽ ഉറപ്പിച്ച് നിന്നിരുന്ന എന്നെ കുഴപ്പമില്ല ടൈംസ് യു ഹാവ് ടു ലെറ്റ് ഗോ ഓഫ് തിങ്സ്, നിങ്ങൾക്ക് ബെറ്റർ ആ വഴി നിന്ന് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വേണം എടുക്കാമെന്ന് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ച് എനിക്ക് ആദർശയിൽ ഹ്യൂമാനിറ്റീസ് എടുക്കും. അതൊരു വിശ്വാസമായിരുന്നു. സാറ് പറഞ്ഞപ്പോഴത്തേക്കും അത് മതിയുടെ ഓക്കെയാണ്, എനിക്ക് യു വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് സൂൺ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ ഒരു സാർ തന്നൊരു വിശ്വാസം ഭയങ്കരമായിരുന്നു. അതാണ് ശരിക്കും ബിഗ് റീസൺ. കാരണം ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും ബയോമാക്സ് എടുത്ത് വല്ല എൻ്റെ അമ്മയെ എനിക്ക് ചിന്തിക്കാൻ പറ്റുള്ള ബയോമാക്സ് എടുത്ത് ഇല്ലാത്ത കണക്കും ഇല്ലാത്ത ബയോളജിയും ഫിസിക്സും കെമിസ്ട്രിയും കൊടുത്തൊക്കെ പടക്കെ നോക്കിയിരിക്കേണ്ടി വന്നേനെ. സോ സുരേഷ് സാറിൻ്റെ ഒരു വലിയൊരു സപ്പോർട്ട് അത് പറയണം കേട്ടോ. അതും സുരേഷ് സാർ, വി മിസ് യു. വി ഓൾ, ഞങ്ങൾ ആദർശമുള്ള എല്ലാവരും വി റിയലി മിസ് യു. അങ്ങനെ നമ്മൾ തിരശ്ശീലയിടുകയാണ് ഗൈസ് ആദർശ ജീവിതത്തിന്. സോ നാളെ തൊട്ടിട്ട് നോൺ സ്റ്റുഡൻറ് കഴിഞ്ഞു, സ്കൂൾ ജീവിതം കഴിഞ്ഞു നിർത്തി പോവാണ് നമ്മള്. സ്കൂൾ ജീവിതത്തിനോടൊക്കെ തെറ്റാതെ പറഞ്ഞത് നാളെ തൊട്ടിട്ട് വെക്കേഷനിലേക്ക് ഇങ്ങനെ കിടക്കുകയാണ്. ഒരു നീണ്ട അടിപൊളി 3-4 മാസത്തെ വെക്കേഷൻ. അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് നിർത്തുന്നു. സോ ഇത്ര നേരം കണ്ട എൻ്റെ ഇമോഷൻസ് ഒക്കെ മനസ്സിലാക്കി ഇത്ര നേരം കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എനിക്കൊരു ഒരുപാട് കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ പല യൂട്യൂബ് വീഡിയോസ് ഞാൻ യൂണിഫോമിലും ഞാൻ ഈ സ്കൂളിൽ പോകാൻ നേരത്തും വരുന്ന നേരത്തൊക്കെയാണ് പല വീഡിയോസ് എടുക്കാറും ചെയ്യാറൊക്കെ. അപ്പം നിങ്ങൾക്ക് ഈ യൂണിഫോം ഭയങ്കര പരിചിതമായിരിക്കും, എനിക്കും അത്ര തന്നെ ഭയങ്കര ക്ലോസ് ടു ഹാർട്ടാണ്. സോ ഈ എപ്പിസോഡ് ലാസ്റ്റ് ഡേ വരുന്ന യൂണിഫോം നമ്മൾ എൻ്റെ ആണ്. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. എന്തായാലും നാളെ തൊട്ടിട്ട് പുതിയ രൂപത്തിൽ, പുതിയ വേഷത്തിൽ, പുതിയ ഭാവത്തിൽ നമ്മൾ വരുന്നതായിരിക്കും. So till that, tata bye bye and love you all and love you Adarsha. I'm gonna miss you. തയ്യാറായ